റജബ് 27 മിഅ്റാജ് ദിനത്തിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് ധാരാളം കിതാബുകളിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല എല്ലാ അറബി മാസവും 27, 28, 29 തീയതികളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ. ഖാത്തിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ ഫതാവൽ കുബ്രയിൽ മിഅ്റാജ് നോമ്പ് സുന്നത്താണെന്ന് കൃത്യമായി സമർത്ഥിക്കുന്നുണ്ട്. ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ ഇത് കാണാവുന്നതുമാണ്. ഹാഷിയത്തുൽ ജമലിലും മുഹമ്മദ് ഷത്തദ് ദമ്യാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായി ആനത്തു ത്വാലിബീനിലുമൊക്കെ വയുസ്തഹബ്ബ് സൗമു യൗമിൽ മിഅ്റാജ് വയുസന്നു ഐലൻ സൗമു യൗമിൽ മിഅ്റാജ് എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ആ നോമ്പ് എല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മുത്തനബി തങ്ങൾ പറയുന്നൊരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മിഅ്റാജ് നോമ്പ് എടുക്കുന്നവന് കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ നേടിയെടുക്കാനും അതെടുക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.